ഫ്രണ്ട്സ്, ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു RBI അപ്രൂവ്ഡ് NBFC അംഗീകാരമുള്ള ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് എമർജൻസി കാര്യങ്ങളിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 100% ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം RBI അപ്രൂവ്ഡ് NBFC ആണ് ഈ ലോൺ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ പേഴ്സണൽ ലോണാണ്, നിങ്ങൾ സ്വയം റിസ്കിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ 3 രീതിയിലുള്ള ലോണാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഷോർട്ട് ടേം ലോൺ എന്നാണ്. ഇത് ഒറ്റത്തവണ റീപേയ്മെൻറ്റിൽ, അതായത് ഏകദേശം 50,000 രൂപ വരെ ഒറ്റത്തവണ 90 ദിവസത്തെ കാലാവധിയിൽ ഒറ്റത്തവണ റീപേയ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ്. രണ്ടാമെന്ന് പറയുന്നത് EMI ലോണാണ്. ഇത് ഏകദേശം 324 മാസത്തെ കാലാവധിയിൽ അപ് ടു 10 lakh വരെ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലഭിക്കും. അതുപോലെ മൂന്നാമത് വരുന്നത് എംപവർമെൻറ്റ് ലോണാണ്. ഇത് കൂടുതൽ സ്ത്രീകൾക്കായിട്ടാണ് ഈ ഒരു ലോണ് കാര്യങ്ങളൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവരുടെ ലെൻഡിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പം RU ലോൺസ് ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ പേമി ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ റിച്ച് ക്രെഡിറ്റ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അവന്തി ഫിനാൻസ്, അതുപോലെ ഫിൻകർവ്, നിയോജിൻ, അങ്ങനെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലെൻഡേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഓരോ ലോണിൻ്റെയും എക്സാമ്പിൾസ് ഒക്കെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അബൌട്ട് സെക്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ ലഭിക്കാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഏകദേശം നിങ്ങൾ 21നും 58 വയസ്സിനും ഇടയിലുള്ളൊരു വ്യക്തിയായിരിക്കണം. കൂടാതെ നിങ്ങൾ ബോത്ത് സാലറീഡോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡോ ആയ വ്യക്തിയാണെങ്കിലും കുഴപ്പമില്ല, രണ്ടുപേർക്കും ലോൺ കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. പിന്നെ മിനിമം മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഏകദേശം ഒരു 15,000 രൂപയെങ്കിലും വേണമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ മസ്റ്റ് 650 എബോവ് വേണമെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ അതിൽ കുറവാണെങ്കിൽ പോലും ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളൊരു സാലറീഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി പ്രൂഫാണ്. ഇവിടെ ആധാർ കാർഡോ പാൻ കാർഡോ വോട്ടർ ഐഡിയോ അല്ലെങ്കിൽ ഡ്രൈവർ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും വേണം. അതുപോലെ അഡ്രസ് പ്രൂഫ്, അവിടെ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ഗ്യാസോ അല്ലെങ്കിൽ മറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും വേണം. അതുപോലെ ഇൻകം പ്രൂഫ്, 3 മാസത്തെ സാലറി സ്ലിപ്പാണ് ഇവർ പറയുന്നത്. പക്ഷേ പല കേസിലും ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. പിന്നെ നമ്മളൊരു ഫോട്ടോ, അതായത് നമ്മളൊരു അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോട്ടോയാണ് വേണ്ടത്. ഇനി സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ നമ്മുടെ ആധാർ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ്, അതായത് പാസ്പോർട്ടോ പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ, പിന്നെ ഒരു ഇൻകം പ്രൂഫ് 3 to 6 മന്ത്ത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. കൂടുതലായിട്ടും ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറില്ല, പക്ഷേ ചില കേസസിൽ ഇവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷന് ലോണ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടത്. മോസ്റ്റ്ലി ഇവർ പാൻ കാർഡും ആധാർ കാർഡും വെച്ചിട്ടാണ് ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് പേമി ഇന്ത്യ എന്ന് പറയുന്ന പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏകദേശം 4.3 സ്റ്റാർ റേറ്റിംഗും 5 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അവിടെ ത്രൂ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ അബൌട്ട് സെക്ഷൻ, പ്ലേ സ്റ്റോറിലെ അബൌട്ട് സെക്ഷനിൽ പോയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലോണ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് വഴിക്ക് അറിയിക്കുക.